എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? യൂട്യൂബിൽ വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഇന്റർവ്യൂസ് ഒക്കെ അല്ലെ. ഇന്റർവ്യൂ കൂടെ പ്രശസ്തരായ എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ ധ്യാൻ ശ്രീനിവാസ് ഒക്കെ ഉണ്ടല്ലോ, ധ്യാൻ ശ്രീനിവാസിന്റെ ഒക്കെ ഫിലിം കണ്ടിട്ട് നമ്മൾ അവനെ പറ്റി അറിയുന്നതിനേക്കാൾ കൂടുതലും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതലും അവർ ഇന്റർവ്യൂസ് കണ്ടിട്ടാണ് നമ്മൾ ഇഷ്ടപ്പെട്ടത്. എന്റെ കാര്യമായിട്ട് പറയുന്നത്, എനിക്ക് അവന്റെ ഇന്റർവ്യൂസ് കാണാൻ നല്ല ഇഷ്ടമായിരുന്നു, നല്ല നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പം അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസിന്റെ ഒരു കാലമാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിട്ടതിന് ശേഷമാണെങ്കിലോ ഫുള്ള് വാതിലും മുട്ടിൽ എന്നിട്ടുള്ളൊരു പരിപാടിയുണ്ട്. ആ ഒരു ചർച്ചയാണല്ലോ മൊത്തത്തിൽ നടക്കുന്നത്. അപ്പൊ ഇപ്പൊ അവരെ വിളിച്ചിട്ട് അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ സെലിബ്രിറ്റീസിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് വളരെ മോശം രീതിയിലൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സാധാരണ നമ്മൾ ഇന്റർവ്യൂസിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് വെച്ചാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാന്യമായ രീതിയിലുള്ള സംഭാഷണങ്ങളാണ് പണ്ട് കാലത്തൊക്കെ ഉണ്ടാവാറ്. ഇപ്പൊ കുറച്ച് കാലങ്ങൾ ഇങ്ങോട്ടായിട്ട് ഇതിന് വൈറലാവാൻ വേണ്ടിയിട്ടാണോ ഇപ്പൊ ഇങ്ങനെ ചെയ്ത് കൂട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇപ്പൊ മനീഷ ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ കുറച്ച് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ വളരെ വളരെ മോശമായിട്ട് പറഞ്ഞാല് അങ്ങനത്തെ രീതിയിലാണ് അവരുടെ അടുത്ത് സംസാരിച്ചത്. ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? അവരതിന് കറക്റ്റ് ആയിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കറക്റ്റ് ആയിട്ട് എല്ലാ മറുപടിയും കൊടുക്കുന്നുണ്ട്. അവന്റെ വീട്ടിലെ അമ്മേനെയും പെങ്ങളും വരെ വെച്ച് സംസാരിച്ചിട്ടുമുണ്ട്. അവസരത്തിന് വേണ്ടി തുറന്നു വരാനാണെങ്കിൽ ഞാനിപ്പോ ഇന്ന് ഒരു 100ാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചേനെ. അവര് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവന്റെ ചോദ്യം അങ്ങനെയായിരുന്നു, അതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് കൊടുത്തു എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതേപോലത്തെ ഒരുപാട് ഇന്റർവ്യൂസുകൾ വരുന്നുണ്ട് ഇപ്പം. അപ്പൊ ശരിക്കും ഒരാളെ ഇങ്ങനെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോട് എന്താണെങ്കിലും ഇങ്ങനത്തെ ഒരു ഇത് വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഇരുന്ന് കാണും, എന്താ ഒരു ഇഷ്യൂ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണും. പക്ഷെ ഇങ്ങനെ ഒരു വൈറലാവാൻ വേണ്ടി മാത്രം ഇങ്ങനത്തെ കുറെ കണ്ടന്റുകൾ എടുത്തു വെച്ചിട്ട് നമ്മളിങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇത് ഏതുതരം ഓൺലൈൻ മീഡിയ ആണെങ്കിലും ഇത്രയും മോശം രീതിയിൽ അല്ലെങ്കിൽ തരംതാന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് വൈറലാവാൻ ശ്രമിക്കരുത്. എല്ലാവർക്കും ഒരു മാന്യത കൊടുത്ത് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇന്റർവ്യൂസ് ആണെങ്കിലും എന്തിലാണെങ്കിലും ആ ലെവലിൽ ഇതിനെ അവസാനിപ്പിക്കണം.